CPM-ന് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വലിയ തിരിച്ചടികൾ പലതായി കഴിഞ്ഞു. ഇപ്പോൾ മറ്റൊരു നേതാവ് കൂടി CPM വിട്ട് BJP-യിൽ എത്തിയിരിക്കുകയാണ്. CPM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ BJP-യിൽ വർക്കലയിൽ മത്സരിക്കും. CPM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ കൂടി BJP-യിൽ ചേർന്നതോടെ CPM വിട്ട് BJP-യിൽ എത്തുന്ന നേതാക്കളുടെ എണ്ണം വീണ്ടും കൂടിയിരിക്കുകയാണ്. വർക്കലയിൽ സ്മിത സുന്ദരേശൻ BJP-യുടെ സ്ഥാനാർത്ഥിയുമാകും. മുൻ വർക്കല ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു. നിലവിൽ ബ്ലോക്ക് അംഗമാണ്. ഒറ്റൂർ ഡിവിഷൻ അംഗവുമായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമെന്ന പദവി രാജിവെച്ച ശേഷമാണ് BJP-യിൽ ചേരുന്നത്. മുൻ CPM നേതാവ് സുന്ദരേശന്റെ മകളാണ് അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. CPM-ന്റെ മൂല്യച്യുതിയാണ് പാർട്ടി വിടാൻ കാരണമെന്ന് അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ പറഞ്ഞു. CPM-ൽ വ്യക്തി താൽപര്യവും സ്വാർത്ഥ താൽപര്യവുമാണ് ഉള്ളതെന്നും നരേന്ദ്രമോദിയുടെ വികസനം ആകർഷിച്ചതുകൊണ്ടാണ് BJP-യിലേക്ക് എത്തിയതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. വർക്കല സീറ്റ് BDJS-ന് നൽകിയതിൽ പ്രാദേശിക BJP വ്യാപക പ്രതിഷേധം ഉയർത്തിയിരുന്നു. സീറ്റ് ആദ്യം BJP ഏറ്റെടുക്കുമെന്നായിരുന്നു കരുതിയത്. തുടർന്ന് ചുവരെഴുത്ത് ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ സീറ്റ് BDJS-ന് നൽകിയതോടെ സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ച് BJP ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശങ്ങൾ പ്രചരിച്ചിരുന്നു. വർക്കല കഹാറിന് വോട്ട് മറിക്കാനായിരുന്നു ആഹ്വാനം. പിന്നീട് പ്രാദേശിക BJP നേതാവ് ആലങ്കോട് ദാനശീലൻ വിമത സ്ഥാനാർത്ഥിയാകുമെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് വർക്കല സീറ്റ് BJP ഏറ്റെടുക്കാൻ തീരുമാനമായത്. ചെറ്റ എന്ന് വിളിച്ചതിൽ അഭിമാനമെന്നും ചെറ്റപ്പുര പാവപ്പെട്ടവന്റെ വീടെന്നും സുധാകരൻ 9 തവണ മത്സരിച്ച പിണറായിയാണ് കുറ്റപ്പെടുത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ CPM-നെ വലിച്ചുകീറി സുധാകരൻ രംഗത്തിറങ്ങിയതും CPM-ന് വലിയ ചോദ്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെറ്റത്തരം പരാമർശം നടത്തിയത് മലയാള ഭാഷയുടെ അർത്ഥമറിയാത്തതിനാലാണെന്ന് അമ്പലപ്പുഴയിലെ UDF സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രി സുധാകരൻ ചെറ്റ എന്ന് വിളിച്ചതിൽ അഭിമാനം കൊള്ളുന്നു. ചെറ്റ എന്ന് വിളിച്ചതിൽ അഭിമാനമാണ്. ചെറ്റപ്പുരയും ചെറ്റക്കുടിലും പാവപ്പെട്ടവന്റെ വീടാണ്. ചെറ്റ എന്നാൽ അടിസ്ഥാന വർഗത്തിന്റെ പുരയാണ്. ആ ചെറ്റപ്പുരയെ ആക്ഷേപിക്കുകയാണ് തന്നെ ചെറ്റ എന്ന് വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചെയ്തത്. 18 വയസ്സുവരെ ഓലമേഞ്ഞ ചെറ്റപ്പുരയിലാണ് താൻ ജീവിച്ചത്. ചാണകത്തറയിലാണ് കഴിഞ്ഞത്. മുഖ്യമന്ത്രി നിഘണ്ടു വായിച്ചിട്ടില്ല. താൻ മുഖ്യമന്ത്രിയെ വിമർശിക്കുമെങ്കിലും ചീത്ത പറയില്ല. അത് തന്റെ ഗുരുത്വമാണെന്നും സുധാകരൻ പറഞ്ഞു. UDF ജനറൽ ബോഡി യോഗത്തിലാണ് സുധാകരൻ ആഞ്ഞടിച്ചത്. തനിക്ക് പാർലമെന്ററി മോഹമാണെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയും അങ്ങനെ പറഞ്ഞു എന്നാണ് കേട്ടത്. മുഖ്യമന്ത്രി 9 തവണ മത്സരിച്ചു. ആ മണ്ഡലത്തിൽ ഇതുവരെ CPM തോറ്റിട്ടില്ല. ആരും ജയിക്കാൻ കഴിയുന്ന മണ്ഡലത്തിൽ നിന്നാൽ ആർക്കും ജയിക്കാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ജയിച്ചത്. ആലപ്പുഴ പോലെയല്ല കണ്ണൂർ. ആര് നിന്നാലും ജയിക്കും. മരിക്കുന്നത് വരെ AKG പാർലമെന്റ് അംഗം ആയിരുന്നല്ലോ എന്നും സുധാകരൻ പറഞ്ഞു. CPM-നുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തീരുന്നേയില്ല. വൈറൽ മൊണാലിസയ്ക്ക് 18 വയസ്സായില്ലെന്ന ജനന സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് പോലീസ് കേസെടുക്കും. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി മൊണാലിസ ഭോസ്ലെയും ഉത്തർപ്രദേശിലെ ബാഗ്ത് നിവാസിയായ ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹത്തിലെ വിവാദം ഒടുങ്ങുന്നില്ല. മൊണാലിസയ്ക്ക് 18 വയസ്സല്ലെന്നും 16 വയസ്സാണ് പ്രായമെന്നും ജനന സർട്ടിഫിക്കറ്റ് പറയുന്നു. വിശ്വ ഹിന്ദു പരിഷത്താണ് മധ്യപ്രദേശ് സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് പങ്കുവച്ചത്. 2026 മാർച്ച് 11-ന് തിരുവനന്തപുരം അരിമാനൂർ നയനാർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, ജില്ലാ സെക്രട്ടറി A റഹീം എന്നിവരുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. 2025 ജനുവരി 21-ന് മൊണാലിസ 16ാം പിറന്നാൾ ആഘോഷിച്ചിരുന്നെന്നും അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടെന്നും കാണിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ DGP-ക്ക് പരാതി നൽകിയിരുന്നു. വിവാഹത്തിന് ശേഷം മൊണാലിസയുടെ പ്രായത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും അതിനാൽ വിവാഹം നിയമപരമല്ലെന്നുമുള്ള തരത്തിലായിരുന്നു പ്രചാരണം. എന്നാൽ വിവാഹശേഷം പങ്കാളിയുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രായത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഇരുവരും നിരസിച്ചു. മൊണാലിസയ്ക്ക് പ്രായം 18 തികഞ്ഞെന്നും ഇത് സ്ഥിരീകരിച്ച ശേഷമാണ് വിവാഹത്തിനുള്ള തീരുമാനം എടുത്തതെന്നും പിന്നീട് തമ്പാനൂർ പോലീസും സ്ഥിരീകരിച്ചിരുന്നു. രേഖകൾ പരിശോധിച്ചതിൽ നിന്നും 1/1/2008 ജനന തീയതിയെന്ന് വ്യക്തമായെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. എന്നാൽ ഈ വാദങ്ങൾ തെറ്റാണെന്ന് കാണിക്കുന്നതാണ് മൊണാലിസയുടെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റിലെ വിവരങ്ങൾ. പുറത്തുവന്ന സർട്ടിഫിക്കറ്റിൽ ജനന തീയതിയും സമയവും 2009 ഡിസംബർ 30 വൈകുന്നേരം 5:30 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപ്രകാരം മൊണാലിസയ്ക്ക് നിലവിൽ 16 വയസ്സും 2 മാസവും 12 ദിവസവുമാണ് പ്രായം. ഭോപ്പാലിലെ VHP പ്രവർത്തകരാണ് മൊണാലിസയുടെ ജനന സർട്ടിഫിക്കറ്റ് ഔദ്യോഗികമായി പങ്കുവച്ചതെന്ന് അനിൽ വിളയിൽ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് മധ്യപ്രദേശ് പോലീസ് കേസെടുക്കാൻ ഒരുങ്ങുകയാണ്.